കോഴിക്കോട് താമരശ്ശേരിയിൽ മകൻ അമ്മയെ വെട്ടിക്കൊലപ്പെടുത്തി. അടിവാരം സ്വദേശി സുബൈദയെയാണ് മകൻ ആഷിഖ് കൊലപ്പെടുത്തിയത്. ആഷിഖ് മയക്കുമരുന്നിന് അടിമയാണെന്ന് പോലീസ് പറയുന്നു. ഷബീർ ഒമർ വിവരങ്ങൾ നൽകും. ഷബീർ, എപ്പോഴായിരുന്നു കൊലപാതകം? എന്താണ് കൊലപാതകത്തിലേക്ക് നയിച്ചത്? ദിവ്യ, ഇന്ന് ഉച്ചയ്ക്ക് 2:30 കൂടിയാണ് താമരശ്ശേരി കൈതപ്പൊയിൽ ഈ ക്രൂരമായ കൊലപാതകം ഉണ്ടായത്. എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് വ്യക്തതയില്ല. അടിവാരം സ്വദേശിയായിട്ടുള്ള 30 ഏക്കർ കായ്ക്കൽ സുബൈദയാണ് കൊല്ലപ്പെട്ടത്. സുബൈദ ബ്രെയിൻ ട്യൂമർ ചികിത്സയ്ക്ക് ശേഷം സഹോദരിയുടെ വീട്ടിൽ, കൈതപ്പൊയിലെ സഹോദരിയുടെ വീട്ടിൽ വിശ്രമത്തിലായിരുന്നു. ഈ സമയത്ത് ബാംഗ്ലൂരുവിലെ ഡി അഡിക്ഷൻ സെന്ററിലായിരുന്നു ഈ സുബൈദയുടെ മകൻ ആഷിഖ് എന്ന് നാട്ടുകാർ പറയുന്നു. അവിടെ ഈ മയക്കുമരുന്ന് അടിമയായ ആഷിഖ് അവിടെ ചികിത്സയിലായിരുന്നു. അവിടെ നിന്ന് സുബൈദയെ കാണാൻ എന്നോണമെന്നാണ് ഇന്ന് ഉച്ചയോടെ ആഷിഖ് വീട്ടിലെത്തിയത്. തുടർന്ന് ഈ എന്താണ് പ്രകോപനം ഉണ്ടായതെന്ന് അറിയില്ല. അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പോലീസ് ശേഖരിച്ചു വരികയാണ്. തുടർന്ന് സുബൈദയെ ആഷിഖ് വെട്ടുകയായിരുന്നു. പിന്നാലെ തന്നെ സുബൈദ കൊല്ലപ്പെടുകയും ചെയ്തു. ഇതിനുശേഷം ആഷിഖ് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. ആഷിഖിനായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പോലീസ് കസ്റ്റഡിയിലാണെന്ന് സ്ഥിരീകരിക്കാത്ത വിവരമുണ്ട്. പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത തരുന്നതേ ഉള്ളൂ. കാരണം പ്രദേശവാസികളുടേത് ഉൾപ്പെടെയുള്ള മൊഴി പോലീസ് ഇപ്പോൾ ശേഖരിച്ചു വരികയാണ്. എന്തായാലും ആഷിഖ് മയക്കുമരുന്ന് അടിമയാണ് എന്നാണ് നാട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. സുബൈദയുടെ മൃതദേഹം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒപ്പം തന്നെ താമരശ്ശേരി പോലീസിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. ദിവ്യ, കോഴിക്കോട് നിന്ന് ഷബീർ ഒമറാണ് വിവരങ്ങൾ നൽകുന്നത്.